ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടോ പഴങ്ങളിൽ ഈ സ്വാഭാവിക മധുരം എവിടെ നിന്ന് വരുന്നു? ഒരു കപ്പിനിറയെ പഞ്ചസാര ചേർക്കാതെ ഒരു വാഴപ്പഴം എങ്ങനെ ഇത്രയും മധുരമാകുന്നു? അതിന് കാരണം പ്രകൃതിദത്ത പഞ്ചസാരകളാണ്. പാകം തുടങ്ങുമ്പോൾ പഴങ്ങളിലുള്ള സ്റ്റാർച്ച് എന്ന ഘടകം ഗ്ലൂക്കോസായി, ഫ്രക്ടോസായി, സുക്രോസായി മാറുന്നു. ഇതാണ് പഴങ്ങൾ അമിതമായ മധുരം കൈവരിക്കുന്നതിന്റെ രഹസ്യം. ഒരു കച്ച മാമ്പഴം നിങ്ങൾ കഴിച്ചാലോ, അസ്സലും പുളിക്കുമല്ലോ. എന്നാൽ അതേ മാമ്പഴം 4 മുതൽ 5 വരെ ദിവസത്തിനു ശേഷം ഒരു തുള്ളി ചെറുനാരങ്ങ ചേർക്കാതെ പോലും മധുരമാകുന്നില്ലേ? അതിന് കാരണക്കാരൻ എഥിലിൻ എന്ന പാകമാകുന്ന ഹോർമോണാണ്. ഇത് പഴത്തിന്റെ കോശങ്ങൾ സ്റ്റാർച്ച് പഞ്ചസാരയാക്കി മാറ്റുകയും പഴം കൂടുതൽ മധുരം നേടുകയും ചെയ്യുന്നു. അതിനാലാണ് വാഴപ്പഴം, മാമ്പഴം, ചക്ക പോലുള്ള പഴങ്ങൾ പാകത്തിനു ശേഷമേ ശരിയായ മധുരം ലഭിക്കൂ. അതേസമയം ലിംബു, നാരങ്ങ, ബെറികൾ പോലുള്ള ചില പഴങ്ങളിൽ അമ്ലത്വം കൂടുതലായതിനാൽ അവക്കു കുറച്ച് പുളിയുള്ള രുചിയാകും. പക്ഷേ അതും ശരീരത്തിനോർത്താൽ അത്യാവശ്യം. ഇനി മുതൽ പഴങ്ങൾ തിന്നുമ്പോൾ അവയുടെ പ്രകൃതിദത്തമായ മധുരസ്രോതസ്സിനെയും അതിലെ രസതന്ത്രത്തെയും കുറിച്ച് ചിന്തിക്കാം. മിക്ക കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ മാത്രം കാണുകയാണ്. അതുകൊണ്ട് കൂട്ടുകാർ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും കാണാം.